നമസ്കാരം. ഉമ തോമസ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. എത്ര കാലം ഉമ വെന്റിലേറ്ററിൽ കഴിയേണ്ടി വരും എന്നതിനെക്കുറിച്ച് ഡോക്ടർമാർക്ക് പോലും നിശ്ചയമില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ ശ്വാസകോശത്തിന് ഗുരുതരമായ പരിക്കേറ്റതുകൊണ്ട് ശ്വാസകോശത്തിലേക്ക് രക്തപ്രവാഹം ഉണ്ടായതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നത്. ബാക്കി എല്ലാ ഭാഗവും ക്ലിയർ ആയിരിക്കുന്നു. ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ആശങ്ക മാത്രമാണ് ബാക്കിയുള്ളത്. വെന്റിലേറ്ററിൽ തന്നെ തുടരുന്ന ഉമ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയേക്കും എന്ന പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. എന്നാൽ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരേണ്ടിയിരിക്കുന്നു. ഉമയുടേതൊരു അപകടമാണോ അതോ ബോധപൂർവം ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്ന് പോലും സംശയിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. എനിക്ക് അത്തരത്തിൽ ചില സന്ദേശങ്ങൾ കിട്ടി. അവരൊക്കെ പറയുന്നത് ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ്. നമുക്ക് അതിനുള്ള തെളിവുകളില്ല, അതിനുള്ള സൂചനകൾ പോലുമില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, കഴിഞ്ഞ 2-3 വീഡിയോകളിലൂടെ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള വലിയ സുരക്ഷാ വീഴ്ച ഉമാ തോമസിന്റെ അപകടത്തിന് കാരണമായിട്ടുണ്ട്. അടിമുടി വീഴ്ച. ഒരു തരത്തിലുള്ള സുരക്ഷാ സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നില്ല. VIP ഇരിക്കുന്ന പ്രത്യേകം നിർമ്മിച്ച സ്റ്റേജ് നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണ്. ആരുടെയും അനുമതിയില്ല. വെറുതെ 13 കസേരകളുടെ മുകളിൽ ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ച് അതിന് മുകളിൽ പലക അടിച്ചിട്ട് കെട്ടിയുണ്ടാക്കിയതാണ്. അവിടെ കടന്നു പോകാനുള്ള ഇട പോലുമില്ല. ഉമാ തോമസ് വീണതിന് ശേഷമാണ് ഒരു നിര മാറ്റിയത്. കാരണം നടന്നു പോകാൻ ഇടയില്ലാത്തത് കൊണ്ട്. അങ്ങനെ വാരി വലിച്ചവർ സ്റ്റേജ് ആക്കിയിരിക്കുന്നു. സ്റ്റേജിനുള്ള അനുമതി ആരും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിനോട് ചേർന്നുള്ള ചെറിയ ഒരു ബാരിക്കേഡ്, ആ ബാരിക്കേഡ് അപകടം പിടിച്ചതാണ്. ഉമ വീഴാൻ തുടങ്ങിയപ്പോൾ ആ ബാരിക്കേഡ് പിടിച്ചപ്പോഴാണ് കുഴിയിലേക്ക് വീണത്. അടിസ്ഥാനപരമായി തികച്ചും നിയമവിരുദ്ധമായി നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേജ് നിർമ്മാണം. വീണ്ടും വീണ്ടും ചോദ്യങ്ങളുണ്ടാവും. GCDA പറയുന്നു അവരുടെ അനുമതി വാങ്ങിയിരുന്നില്ല എന്ന്. പക്ഷെ വിചിത്രമായ സംഗതി, GCDAയുടെ ചെയർമാനും VIP സ്റ്റേജിലുണ്ടായിരുന്നു. GCDAക്ക് അനുമതി കൊടുത്തിട്ടില്ല. എഞ്ചിനീയർമാർ കൈമലർത്തുന്നു. സുരക്ഷാ വീഴ്ച മുഴുവനുണ്ടായി എന്ന് പറയുന്നു. പക്ഷേ GCDAയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു, ADGP ഉണ്ടായിരുന്നു, സിറ്റി പോലീസ് കമ്മീഷണർ, ഇവരൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു VIP ആയിട്ട്. ഇവരാരും അനുമതി കൊടുത്തിട്ടില്ല. ഇവരാരും സുരക്ഷ പരിശോധിച്ചിട്ടില്ല. അവിടെ പോയ എല്ലാ VIPകളും ഉത്തരവാദികളാണ്. നിയമവിരുദ്ധമാണ്, സുരക്ഷാരഹിതമായാണ് അത് നിർമ്മിച്ചത് എന്ന് വ്യക്തമാക്കുന്ന വളരെ വ്യക്തമായ സൂചനകൾ ഉള്ളപ്പോൾ അനുമതി എവിടെയെന്ന് ചോദിക്കാതെ ഇതൊക്കെ നടത്തിയ എല്ലാവരും ഉത്തരവാദികളാണ്. പ്രത്യേകിച്ച് സിറ്റി പോലീസ് കമ്മീഷണറും പോലീസും ഉത്തരവാദികളാണ്. സ്റ്റേജ് നിർമ്മിച്ചവരെയും സംഘാടകരെയും മാത്രം അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അധികാരികൾ അറസ്റ്റ് ചെയ്യപ്പെടണം. ഏറ്റവും വിചിത്രമായ സംഗതി എന്തെന്ന് വെച്ചാൽ ഇതൊരു തട്ടിപ്പായിരുന്നു എന്നതാണ്. ഇതൊരു അന്താരാഷ്ട്ര തട്ടിപ്പായിരുന്നു. ദിവ്യ ഉണ്ണിക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് ഒരു സംഘം ആളുകൾ നിർത്തിയൊരു വലിയൊരു തട്ടിപ്പിനാണ് മന്ത്രിയും MP-യും MLA-യും അടക്കമുള്ളവർ കൂട്ടുനിന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിരുന്നില്ല ഈ മൃദംഗനാദം പരിപാടി. ഈ മൃദംഗനാദത്തിന്റെ സംഘാടകർ വയനാട്ടിലെ മേപ്പാടിയിലാണ്. മേപ്പാടി നമുക്കറിയാം, ദുരന്തമുണ്ടായതേ ഉള്ളൂ. ഈ വയനാട്ടിലെ പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് മേപ്പാടി നമുക്കറിയാവുന്നത്. മേപ്പാടിയിലെ ഒരു ചെറിയ മുറിക്കകത്ത് 2 കസേരയും ഒരു മേശയുമുള്ള ഒരു കടലാസ സംഘടനയാണ് മൃദംഗനാദത്തിന്റെ സംഘാടകർ. ആരാണതിന് ഉത്തരവാദികളെന്നും ആർക്കും അറിയില്ല. MD ഒരു നിഘോഷ് കുമാർ ആണെന്ന് പറയുന്ന ഈ മേപ്പാടിക്കാരൻ, ആ MD-യും അതുപോലെ തന്നെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഒരു PS ജിനേഷും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു എന്നാണ് മനോരമയിൽ ഞാൻ വായിച്ചത്. അതേസമയം മാതൃഭൂമിയിൽ പറയുന്നു CEO ഷമീർ അബ്ദുൾ റഹ്മാനെ അറസ്റ്റ് ചെയ്തെന്ന്. മാത്രമല്ല ഒരു ഈവന്റ് മാനേജർ കൃഷ്ണകുമാറിനെയും അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ദുരൂഹമാണ്. ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ആരാതിന്റെ ഉടമകൾ എന്നതൊക്കെ ഒരു ചോദ്യമായി മാറുകയാണ്. എന്നാൽ വ്യക്തമാകുന്ന ഇതൊരു കടലാസ സംഘടനയാണെന്നും ഒരു തട്ടിപ്പ് സംഘടനയാണെന്നും. അവർ ആകപ്പാട് ചെയ്തത് ദിവ്യ ഉണ്ണിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരൊരു വലിയ തട്ടിപ്പിന് പദ്ധതിയിടുന്നു. അതായത് സംസ്ഥാനത്ത് 100 കണക്കിന് നൃത്താധ്യാപകരുണ്ട്. നമുക്കറിയാം, നൃത്ത സ്കൂളുകളുണ്ട്. അത് വലുതും ചെറുതുമായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. വലിയ പ്രൊഫഷണൽ സ്ഥാപനങ്ങളുണ്ട്, നാട്ടുപുറത്ത് ചെറിയ സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന തട്ടിപ്പ് സംഘം അവരെയൊക്കെ ബന്ധപ്പെടുന്നു. എന്നിട്ട് പറയുന്നു ഗിന്നസ് റെക്കോർഡ് ഇടുന്നതിന് വേണ്ടി ഇങ്ങനെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു വലിയ മെഗാ ഡാൻസ് ഫെസ്റ്റ് നടത്തുന്നു. ഭരതനാട്യമാണ് അവതരിപ്പിക്കേണ്ടത്. 12,000 പേരാണ് പങ്കെടുക്കേണ്ടത്. ഇത് ചരിത്രമായിരിക്കും. അതോടെ ഗിന്നസിൽ പേര് വരും. ഇതിൽ പങ്കെടുത്തവർക്കെല്ലാം ഗിന്നസിൽ പേര് വന്നതിന് സർട്ടിഫിക്കറ്റ് വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ നൃത്താധ്യാപകർ ഭരതനാട്യം പഠിക്കുന്ന കുട്ടികളെ കൊടുക്കണം. അതിന് ഒരു ഫീസുണ്ട്. ഓരോ കുട്ടിക്കും ഒരു ഫീസുണ്ട്. 2,000 മുതൽ 3,500 രൂപ വരെയുള്ള ഫീസാണ്. ഓരോരുത്തരുടെയും തോന്നിയതുപോലാണ്. അപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പണം കൊടുത്തിട്ടാണ് ചെയ്യുക. ഈ 12,000 പേർ പങ്കെടുത്തെങ്കിൽ ഈ 12,000 പേരും 2,000 3,000 രൂപ കൊടുത്തിട്ടുണ്ട്. അത് രജിസ്ട്രേഷൻ ഫീസാണ്. ആ രജിസ്ട്രേഷൻ ഫീസ് ഈ സംഘാടകർക്കുള്ളതാണ്. 12,000 പേരിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസായി വാങ്ങുന്നു. കുട്ടികൾ അവരുടെ മേക്കപ്പ് സാധനങ്ങളും അവരുടെ വസ്ത്രവും ആയിരക്കണക്കിന് രൂപ വേറെ മുടക്കണം.
സംഘാടകർ കൊടുക്കില്ല. അവരങ്ങനെ കാശ് മുടക്കി തുണി വാങ്ങി മേക്കപ്പ് വാങ്ങി രജിസ്ട്രേഷൻ ഫീസും കൊടുത്തു വരുന്നു. അവർക്കുള്ള ഗുണം എന്താണ്? ഇത് ഗിന്നസ് ബുക്കിൽ പേര് വരും, അവരുടെ വീട്ടിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് വാഗ്ദാനമാണ്. എന്ന് മാത്രമല്ല, ഈ പങ്കെടുക്കുന്ന കുട്ടികളുടെ നൃത്തം കാണണമെങ്കിൽ 12,000 പേര് ഒരുമിച്ച് നൃത്തം ചെയ്യുമ്പോൾ ആർക്കും ഒരു സ്റ്റേജിലും ഇരുന്ന് കാണാൻ കഴിയില്ല എന്നത് വാസ്തവം. വെറുതെ ഒരു ആൾക്കൂട്ടത്തെ കാണണമെന്നല്ലാതെ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയില്ല. ഇത് കാണണമെങ്കിൽ മാതാപിതാക്കൾ 200-300 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കണം. അതായത് 12,000 പേരോട് വലിയ ഫീസ് വാങ്ങി മത്സരിപ്പിക്കുന്നു. ഒരു കുട്ടിക്ക് 3-4 പേര് വീതം ടിക്കറ്റ് വിൽപ്പിക്കുന്നു. അങ്ങനെ സ്റ്റേഡിയം മുഴുവൻ ആളെ എത്തിക്കുന്നു, അതിനും ഫീസ് കിട്ടുന്നു. വളരെ കൗശലപൂർവമായ ഒരു തന്ത്രം. നമ്മൾ പലപ്പോഴും സ്റ്റേജ് ഷോകളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് താരങ്ങളെ കൊണ്ടുവരണം, കോടിക്കണക്കിന് രൂപ മുടക്കാവും. എന്നിട്ട് താരപ്രഭയിൽ വേണം ആളുകൾ പങ്കെടുക്കാൻ. ഇവിടെ അതൊന്നും വേണ്ട. നൃത്തം നടത്തുന്നതിന് 1 രൂപ പോലും കൊടുക്കേണ്ട, ദിവ്യ ഉണ്ണിക്ക് മാത്രം കൊടുത്താൽ മതി. ബാക്കി പങ്കെടുക്കുന്നവർക്ക് കാശ് കൊടുക്കേണ്ടത് മാത്രമല്ല, അവരിങ്ങോട്ട് ഫീസ് തരും, അതും വലിയ ഫീസ്. സാധാരണ വലിയ VIP മമ്മൂട്ടിയും മോഹൻലാലിനെ ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ പോലും കിട്ടാത്ത 3,000-3,500 രൂപ ഫീസ് തരും. കൂടാതെ ടിക്കറ്റ് ഇവരുടെ മാതാപിതാക്കൾ എടുക്കുമ്പോൾ സ്റ്റേഡിയം നിറയും. കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഈ തട്ടിപ്പിലൂടെ ശേഖരിക്കാൻ ശ്രമിച്ചത്. അവർക്ക് ആകപ്പാടെ മുടക്കുള്ളത് ദിവ്യ ഉണ്ണിക്ക് കൊടുക്കുന്ന കാശും സ്റ്റേഡിയത്തിന്റെ വാടകയും സംഘാടക ചുമതലയുമാണ്. അതുകൊണ്ട് ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഏൽപ്പിക്കുകയാണ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി. ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഈ പറയുന്ന ജനപ്രതിനിധികളെയും മന്ത്രിയെയും MLA ഒക്കെ വിളിച്ചത്. ഈ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അത്തരം സ്റ്റേജ് ഉണ്ടാക്കിയത് മറ്റും. അതിന് വളരെ ചെറിയ ചെലവിൽ ഇത് നിൽക്കും. പക്ഷെ പിരിക്കുന്നത് കോടികൾ. ഒരു കടലാസ് സംഘടന എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ നടത്തിയ ഒരു നീക്കമായിരുന്നു. ആ നീക്കം മര്യാദയ്ക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവുമായിരുന്നില്ല. അതിൽ അത്യാഗ്രഹമുണ്ടായി, ചെലവ് കുറയ്ക്കാൻ ശ്രമിച്ചു, സുരക്ഷാ വീഴ്ച ഉണ്ടാക്കി, അവര് അനുമതി പോലും വാങ്ങിയില്ല. അങ്ങനെയാണ് ഈ ആപത്ത് ചോദിച്ചു വാങ്ങിയത്. എന്നിട്ടിപ്പോ അവർ രക്ഷപ്പെടാൻ വേണ്ടി ഓട്ടത്തിലാണ്, മുൻകൂർ ജാമ്യവുമായി നടക്കുന്നു. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പരിപാടികളും ഇങ്ങനെയാണ്, നമ്മളാരും അറിയുന്നില്ല എന്ന് മാത്രം. ഉമാ തോമസിന് അപകടമുണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇതറിഞ്ഞത്. അല്ലെങ്കിലോ ഈ ഒരു സംഭവം ഭയങ്കര സംഭവമായി മാറും. മാത്രമല്ല, വലിയ ബ്രാൻഡുകളുടെ പരസ്യമുണ്ടായിരുന്നു, സ്പോൺസർമാർ. കാരണം ഇത്രയധികം ആളുകൾ വരുന്ന പരിപാടി സ്പോൺസർമാരെ കിട്ടും. കല്യാണം അടക്കമുള്ളവർ പരസ്യക്കാരായിരുന്നു. അവരൊക്കെ കൊടുക്കുന്ന പണം വേറെയും. ഈ സ്പോൺസർമാരുടെ പണം പോലും ചെലവാവുകയില്ല. കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ നിയമവിരുദ്ധമായി നടത്തിയ ഒരു നീക്കമായിരുന്നു. അടിമുടി തട്ടിപ്പായിരുന്നു, ഒരു തട്ടിപ്പ് സംഘടന. ഇതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ സ്വാധീനമുള്ള രാഷ്ട്രീയക്കാർ തന്നെയാവാം. കോഴിക്കോടെ ചോദ്യപേപ്പർ ചോർച്ച വലിയ വിവാദമാവുന്നുണ്ട്. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ചോദ്യപേപ്പർ ചോരുന്നൊന്നും വലിയ കാര്യമില്ല, അത് സ്ഥിരം നടക്കുന്നതാണെന്നാ. കാരണം എന്താ? അതിന് പിന്നിൽ വമ്പന്മാരുണ്ട്. ഈ വമ്പന്മാരെ നമ്മൾ അറിയില്ല, അവരുടെയൊക്കെ പേര് പുറത്തു വരുന്നതല്ല. അവരൊക്കെ ബിനാമികളാവാം. ഇവിടെയും അത് തന്നെയാണ്. ഈ പുറത്തു വന്നിരിക്കുന്ന പേരുകളൊക്കെ ബിനാമികളാവാം. പല രാഷ്ട്രീയക്കാരുമാവാം ഇതിന്റെ പിന്നിലുള്ളത്. അവർക്കാവാം ഇതിന്റെ ലാഭം കിട്ടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നമ്മുടെ മൂക്കിന്റെ മുമ്പിൽ നടക്കുമോ? ഇതൊരു തട്ടിപ്പാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാ? അപകടമുണ്ടായപ്പോഴാ. അല്ലെങ്കിലോ ആരും അറിയില്ല. പാവപ്പെട്ട കുട്ടികളിൽ നിന്നും വലിയ ഫീസ് വാങ്ങി അവർ ഗിന്നസ് ബുക്കിൽ പേരിടാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നു. നമ്മളത് മഹത്തായ സംഭവമാണ് എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോഴും എല്ലാ ചാനലുകളും ഉമാ തോമസ് വീഴുന്നത് കാണാൻ പോയതല്ല, ഈ മഹത്തായ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയതാ. ഒരൊറ്റ മാധ്യമ സ്ഥാപനം പോലും പറഞ്ഞില്ല ഇത് തട്ടിപ്പാണെന്ന്. അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തട്ടിപ്പാണെന്ന് പറയുന്നു. നമ്മുടെ ചുറ്റിനും ഇങ്ങനെ നടക്കുന്ന മിക്കതും ഇത്തരം തട്ടിപ്പുകളാണ്. ഈ തട്ടിപ്പുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ മാത്രം നമ്മൾ അറിയുന്നു. നമ്മൾ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നമ്മൾ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റും തട്ടിപ്പുകാർ അഴിഞ്ഞാടുന്നു.